9 കുട്ടികളടക്കം 30-ലധികം പേരുടെ മരണത്തിനിടയാക്കിയ തീപിടുത്തം നടന്ന TRP ഗെയിമിംഗ് സെന്റർ പ്രവർത്തിച്ചത് യാതൊരു അനുമതിയുമില്ലാതെയെന്ന് കണ്ടെത്തൽ. ഗെയിം സോണിന് പ്രവർത്തിക്കാൻ ആവശ്യമായ ലൈസൻസുകൾ ഇല്ലായിരുന്നുവെന്ന് അധികൃതർ സ്ഥിരീകരിച്ചു. ഫയർ ക്ലിയറൻസിനായി നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റും സെന്ററിനുണ്ടായിരുന്നില്ല. രക്ഷാപ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കാൻ സ്ഥലത്തെത്തിയ രാജ്കോട്ട് മേയർ നൈന പെദാഡിയ ഇക്കാര്യം സ്ഥിരീകരിച്ചു. കെട്ടിടത്തിന്റെ നിർമ്മാണത്തിലെ പാളിച്ചകളും അപകടത്തിന്റെ തീവ്രത കൂട്ടാൻ ഇടയാക്കി. യഥാർത്ഥത്തിൽ ഇതൊരു ക്ഷണിച്ചു വരുത്തിയ ദുരന്തമായി മാറുകയാണ്. ഫയർ NOC ഇല്ലാതെ ഇത്രയും വലിയ ഗെയിം സോൺ എങ്ങനെ പ്രവർത്തിച്ചുവെന്ന് ഞങ്ങൾ അന്വേഷിക്കുമെന്ന് നൈന പെദാഡിയ പറഞ്ഞു. ഈ വിഷയത്തിൽ ഒരു രാഷ്ട്രീയവും അനുവദിക്കില്ലെന്നും സംഭവസ്ഥലം സന്ദർശിച്ച ശേഷം അവർ മാധ്യമങ്ങളോട് വ്യക്തമാക്കി. സ്ഥാപനത്തിലെ സുരക്ഷാ മാനദണ്ഡങ്ങളെക്കുറിച്ച് ഗുരുതരമായ ചോദ്യങ്ങളാണ് ഉയരുന്നത്. ഗെയിമിംഗ് സെന്ററിൽ നിന്ന് പുറത്തു കടക്കാൻ ഒരു എക്സിറ്റ് മാത്രമാണ് ഉണ്ടായിരുന്നത്. തീപിടുത്തത്തെ തുടർന്ന് പരിഭ്രാന്തരായ ആളുകൾ എല്ലാം ഈ എക്സിറ്റ് വഴി പുറത്തു കടക്കാൻ ശ്രമിച്ചെങ്കിലും തിക്കും തിരക്കും കാരണം രക്ഷപ്പെടാൻ സാധിച്ചില്ല. മാത്രവുമല്ല, കെട്ടിടത്തിന്റെ പ്രവേശന കവാടത്തിന് സമീപം താൽക്കാലിക കെട്ടിടം തകർന്നു വീണതോടെ ഈ വഴി അടയുകയും ചെയ്തു. വാരാന്ത്യ ഡിസ്കൗണ്ട് ഓഫറായതിനാൽ TRP ഗെയിമിംഗ് സോണിൽ ഇന്നലെ സന്ദർശകരുടെ വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. വേനൽ അവധിക്കാലമായതിനാൽ കുട്ടികളുമായി നിരവധി രക്ഷിതാക്കൾ സെന്ററിലെത്തിയിരുന്നു. 99 രൂപക്കാണ് പ്രത്യേക ഓഫർ പ്രകാരം ഇന്നലെ സെന്ററിലേക്ക് പ്രവേശനം അനുവദിച്ചിരുന്നത്. TRP ഗെയിം സോണിന്റെ ഉടമയെയും മാനേജരെയും ചോദ്യം ചെയ്യുന്നതിനായി കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഗുജറാത്തിലെ എല്ലാ ഗെയിം സോണുകളും പരിശോധിക്കാനും അഗ്നിസുരക്ഷ അനുമതിയില്ലാതെ ഓടുന്നവ അടച്ചുപൂട്ടാനും സംസ്ഥാന പോലീസ് ഡയറക്ടർ ജനറൽ, പോലീസ് കമ്മീഷണർക്കും പോലീസ് സൂപ്രണ്ടുമാർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തീപിടുത്തത്തിന്റെ യഥാർത്ഥ കാരണം ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. ഷോർട്ട് സർക്യൂട്ട് ആകാം അപകടത്തിനിടയാക്കിയതെന്നാണ് പ്രാഥമിക നിഗമനം. താൽക്കാലിക ഘടന തകർന്നതും കാറ്റിന്റെ വേഗതയും അപകടത്തിന്റെ ആഴം കൂട്ടി. കിലോമീറ്ററുകൾ അകലെ വരെ പുകച്ചുരുളുകൾ എത്തിയിരുന്നു. മൃതദേഹങ്ങൾ തിരിച്ചറിയാനാകാത്ത വിധം കത്തിക്കരിഞ്ഞ നിലയിലാണെന്ന് അധികൃതർ പറഞ്ഞു. മൃതദേഹങ്ങൾ തിരിച്ചറിയുന്നതിന് DNA പരിശോധന വേണ്ടിവരും. ഇതിനായി ഇരകളുടെയും ബന്ധുക്കളുടെയും DNA സാമ്പിളുകളും സംഘം ശേഖരിച്ചിട്ടുണ്ട്. Waytonikah.com, the exclusive Muslim matrimonial site.